PWDയുടെ വീഴ്ച കൊണ്ടാണ് ഈ പണി പൂർത്തിയാക്കാൻ കഴിയാത്തത്. അപ്പോൾ ഈ ഉഡായിപ്പും കൊണ്ടുവന്ന് നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നവർ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്കും PWDയുടെ വീഴ്ചയാണ്. നമസ്കാരം. ഇന്നലെ ആറ്റിങ്ങൽ AXE ഓഫീസിൽ വളരെ നാടകീയമായ ചില രംഗങ്ങൾ നടന്നു. ഭരണകക്ഷി MLA ആയ OS അംബികയുടെ നേതൃത്വത്തിൽ ഏതാനും CPM പ്രവർത്തകർ AXE ഓഫീസ് ഉപരോധിച്ചു. അവരുടെ തന്നെ ഭരണത്തിൻ്റെ കീഴിലുള്ള AXE ഓഫീസാണ് ഉപരോധിക്കുന്നതാണ് ഇതിലെ നാടകീയത. ഇത് പണയിക്കടവ് ആ ഒരു റോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ റോഡിൻ്റെ വിഷയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുതോണം മലയാളി വാർത്ത ചെയ്തിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് പണി നടക്കാത്തതെന്നും അതിൻ്റെ അഴിമതികൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നലെ പ്രധാനമായും OS അംബിക മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ V4 വക്കം എന്ന സംഘടനയുടെ പേര് എടുത്തു പറഞ്ഞാണ് ഈ ചോദ്യങ്ങളെയൊക്കെ പ്രതിരോധിച്ചത്. ഈ V4 വക്കം എന്ന സംഘടനയാണ് ഈ റോഡ് പണി തടസ്സപ്പെടുത്തുന്നതെന്നാണ് അവരുടെ വാദം. ഇന്ന് V4 വക്കത്തിൻ്റെ ആൾക്കാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. സുമേധൻ ചേട്ടനാണ്, അതുപോലെ തന്നെ വക്കീൽ അഡ്വക്കേറ്റ് ജോയ് സാറും ഉണ്ട്. ഇന്നലെ വക്കീൽ മൊത്തം ആരോപണം ഉന്നയിച്ചത് ഈ V4 വക്കം എന്ന നിങ്ങളുടെ സംഘടനയെക്കുറിച്ചാണ്. നിങ്ങളാണോ ശരിക്കും ഈ പണി മുടക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഈ പണി ആരംഭിച്ചത് ജനുവരി മാസത്തിലാണ്. ഞാൻ V4 വക്കത്തിൻ്റെ കോർഡിനേറ്ററാണ് അഡ്വക്കേറ്റ് ജോയ്. ഈ ജനുവരി മാസത്തിൽ പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ റോഡിൻ്റെ ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പണി ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇലക്ഷൻ വരുന്നത് മനസ്സിലാക്കി ആ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് റോഡ് പണി അങ്ങ് ആരംഭിക്കുകയാണ് ചെയ്തത്. റോഡ് പണി ആരംഭിച്ചതിന് ശേഷം മാർച്ച് മാസത്തിൽ കോൺട്രാക്ടറോട് വാട്ടർ അതോറിറ്റി പണിയുമായി ബന്ധപ്പെട്ട് റോഡ് പണി നിർത്തിവെക്കാനായിട്ട് PWD പറഞ്ഞു. റോഡ് പണി നിർത്തിവെച്ചു. വാട്ടർ അതോറിറ്റിയുടെ പണി തുടങ്ങി അതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പണി ഇഴഞ്ഞു നീങ്ങി വേണ്ട കണക്കുള്ള സ്പീഡിൽ കാര്യങ്ങൾ പോകാതെ തുടങ്ങി. 5-ാം മാസത്തിൽ കോൺട്രാക്ടറും PWDക്ക് ഒരു കത്ത് കൊടുത്തു. ഇത് PWDയുടെ വീഴ്ച കൊണ്ടാണ് ഈ പണി പൂർത്തിയാക്കാൻ കഴിയുന്നത്. കോൺട്രാക്ടർ കത്ത് PWDയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് PWDയുടെ വീഴ്ച കൊണ്ടാണ് ഈ പണി പൂർത്തിയാക്കാൻ കഴിയാത്തത്. വാട്ടർ അതോറിറ്റി പണി ഇഴഞ്ഞു നീങ്ങുന്നു. ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറാൻ പറഞ്ഞു. ആ വിധമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് PWDയുടെ പൂർണ്ണമായ വീഴ്ച കൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എന്നെ വിടുതൽ കരാർ വയ്ക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുത്തതായിട്ട് പറയുന്നു. ഈ കത്തിന്മേലെ അവർ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തു. ആ റിട്ട് പെറ്റീഷനിലും മൊത്തം PWDയെ കുറ്റപ്പെടുത്തി PWDയുടെ വീഴ്ചയാണ്, പൂർണ്ണമായും PWDയുടെ വീഴ്ചയാണ്, PWDയുടെ വീഴ്ച കൊണ്ടാണ് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത പോകുന്നത്. അതുകൊണ്ട് ഈ PWDക്ക് കൊടുത്ത കത്ത് തീർപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റിട്ട് പെറ്റീഷൻ കൊടുത്തത്. ആ റിട്ട് പെറ്റീഷൻ കോടതി 1 മാസത്തിനകം ഈ കത്ത് തീർപ്പാക്കണമെന്ന തീർപ്പിൽ ആ റിട്ട് പെറ്റീഷൻ ഡിസ്പോസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് PWDയുടെ വീഴ്ചയാണ് ഈ പണി ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സത്യാമൂലവും ഹർജിയും കൊടുത്ത കോൺട്രാക്ടർ പിന്നെ വന്നിട്ട് അത് V4 ആണെന്ന് എങ്ങനെ പറയും? അത് V4 ആണെന്ന് V4ൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കാനായിട്ട് ഉള്ളൊരു ശ്രമമാണ് ഇന്നലെ നടന്നത്. എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം റോഡ് റീസ്റ്റോർ ചെയ്യുന്നുണ്ടാണ്. വാട്ടർ അതോറിറ്റിക്ക് വെട്ടിക്കുടിച്ച റോഡ് റീസ്റ്റോർ ചെയ്യണം. ആ റീസ്റ്റോർ ചെയ്യുന്നതിന് ആര് റീസ്റ്റോർ ചെയ്യും, എങ്ങനെ റീസ്റ്റോർ ചെയ്യും എന്നുള്ള കാര്യമാണ് പ്രശ്നമായിട്ടുള്ളത്. ആ റീസ്റ്റോറേഷൻ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, അതിനെ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തത് പോലും 3/6/2024 മാത്രമാണ്. അപ്പോൾ ഈ മാർച്ച് മാസത്തെ നിർത്തിവെച്ചിട്ട് റീസ്റ്റോർ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഇത് വരുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയത് പോലും 3/6/2024 ഈ വാട്ടർ അതോറിറ്റിക്ക് പണിയുള്ളത് 1400 മീറ്ററിലാണ്. റോഡ് പണി 4.5 മീറ്ററോളം സ്ഥലത്താണ് റോഡ് പണിയുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ പണി വന്നപ്പോഴത്തേക്ക് മൊത്തം പണിയെ നിർത്തിവെക്കാൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ പണി കഴിച്ചുള്ള സ്ഥലത്ത് പണി ചെയ്യാൻ വേണ്ടി യാതൊരു നടപടിയും ചെയ്തില്ല. അത്രയും ചെയ്ത സമയത്താണ് ഈ റോഡ് പണി മുടക്കം വന്നത്. അല്ല, V4ൻ്റെ ഒരു പരാതി കൊണ്ടല്ലേ. ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പരിഗണിക്കണം.
വിവോട് പരാതി കൊടുത്ത് വർക്കിൽ കണ്ട ന്യൂനതകളെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ടാണ് പരാതി കൊടുത്തത്. ആ പരാതി കഴമ്പുള്ളതുകൊണ്ട്, വിഫോൻ്റെ പരാതി കഴമ്പുള്ളതുകൊണ്ട് തന്നെയാണ് PWD കോൺട്രാക്ടർക്ക് ഫൈൻ ഇട്ടു. ബാക്കിയുള്ള മറ്റ് പരാതിയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ചീഫ് എഞ്ചിനീയർ ചർച്ച നടത്തി പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി കർശനമായ നിർദ്ദേശങ്ങൾ സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വിഫോൻ്റെ പരാതി ഒരു തടസ്സമല്ലായിരുന്നു. വിഫോർ എങ്ങും പോയി തടസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല, ആളെ കൂട്ടി തടസ്സപ്പെടുത്തിയിട്ടില്ല, പിന്നെ എവിടെയെങ്കിലും സമരം ചെയ്തിട്ടില്ല, ഏതെങ്കിലും കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചിട്ടില്ല. ന്യൂനതകൾ മാത്രം ചൂണ്ടിക്കാണിക്കുകയാണുള്ളൂ. പണയക്കട റോഡുമായാണ് നമ്മളിന്ന് PWD AX ഓഫീസ് ഉപരോധിച്ചിരിക്കുന്നത്. 8 മാസമായി ഈ വർക്ക് എഗ്രിമെൻറ്റ് ചെയ്ത് ടെൻഡർ ചെയ്ത് എഗ്രിമെൻറ്റ് വെച്ച് പണി ആരംഭിക്കുന്ന സമയത്താണ് V4 എന്ന് പറയുന്ന സംഘടന വിജിലൻസ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ പിന്നെ PWD മിനിസ്റ്റർ ഓഫീസ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥ CE ഓഫീസ് ഉൾപ്പെടെ ഇവിടുത്തെ AXC ഉൾപ്പെടെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങാൻ വൈകിയത്. തീർച്ചയായും ഇന്ന് 3 മണിക്ക് നമ്മുടെ സിയും ഇയും ജനപ്രതിനിധികളും ചേർന്നൊരു ചർച്ചയുണ്ട്. കോൺട്രാക്ടറും കൂടെ ചേർന്നിരുന്നു കൊണ്ട് ഇത് എന്ന് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം നമ്മൾ അറിയിക്കും. ഈ വർക്ക് ചെയ്യാത്തതിൻ്റെ ഉത്തരവാദിത്വം V4 എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. നിങ്ങൾക്കറിയാം, ഈ 2016 ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ പഞ്ചായത്തിൽ വന്നിട്ടുള്ള റോഡുകളുടെ വികസനം ഞങ്ങൾ രേഖാമൂലം പത്രങ്ങളെ അറിയിക്കും. കാരണം ഈ വക്കത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി, ഒരു കോൺട്രാക്ടറും വർക്കെടുക്കാത്തൊരു സമീപനം V4 എന്ന് പറഞ്ഞ സംഘടന വർക്ക് ചെയ്യാൻ താമസിക്കാത്തത് കൊണ്ടാണ് ടെൻഡർ ചെയ്ത വർക്കുകളൊന്നും നടക്കാതെ പോകുന്നത്. ഈ വർക്ക് മാത്രമല്ല, ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ വർക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് അവിടെയും ഇവരവിടെ ചെന്ന് വർക്ക് തടസ്സപ്പെടുത്തി അവിടുത്തെ ജനങ്ങൾ ഇവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. ഇവിടെയും കോൺട്രാക്ടർ നിരവധി തവണ ചർച്ച ചെയ്യാൻ തയ്യാറെടുപ്പോട് വരുമ്പോൾ V4 വീണ്ടും പരാതി കൊടുക്കും. ഈ മാധ്യമങ്ങളിലൂടെ അവർക്കെതിരെ, ഈ കോൺട്രാക്ടർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ ഉള്ള ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർക്ക് പൈസ കിട്ടൂല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യൂല എന്ന് പറയുന്നത്. തീർച്ചയായും ഇന്ന് തന്നെ 3 മണിക്ക് നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ ഇതിന് അന്തിമമായ ഒരു തീരുമാനമെടുത്ത് ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമെടുത്ത്. ചേട്ടാ, ഈ റോഡ് പണിയുടെ കാര്യത്തിൽ V4 വക്കം എന്ന സംഘടന നന്നായി ഇടപെടുകയും ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് ഈ പറയുന്ന കോൺട്രാക്ടർക്ക് താൻ ഉദ്ദേശിക്കുന്ന ഭീമമായ ലാഭം കൈവരിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ അദ്ദേഹം ഇപ്പോൾ ഈ പണിയിൽ നിന്ന് പിന്മാറിയത്? അത് ഒരു കാരണമാണ്. പക്ഷേ നമുക്കെതിരെയുള്ള ആരോപണത്തിന് നമ്മൾ കൊടുത്ത പരാതികളെ നമ്മൾ തടസ്സമാണെന്ന് പറയുന്നല്ലോ. അപ്പോൾ തടസ്സമാണെന്ന് പറഞ്ഞ് നമ്മൾ നിരവധി പരാതികൾ ഐറ്റംസ് കൊടുത്തതിൽ പ്രധാനപ്പെട്ട 4 പോയിൻ്റുണ്ട്. അത് നമ്മൾ ചീഫ് എഞ്ചിനീയറുമായിട്ട് ഉള്ളൊരു ഹിയറിങ് നടത്തിയതിൻ്റെ മിനിറ്റ്സാണിത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ 4 എഞ്ചിനീയേഴ്സ്, 2 ഡിഗ്രിക്കാരും 2 ഡിപ്ലോമക്കാരും, ഇവരിതിൽ പറയുന്നുണ്ട് പ്രവൃത്തി നടക്കുന്ന സമയത്ത് 6 മാസമായിട്ട് ഒരു എഞ്ചിനീയർ പോലും കരാറുകാരൻ സൈറ്റിൽ നിയോഗിച്ചിരുന്നില്ല എന്ന്. അത് അവർക്ക് ബോധ്യപ്പെട്ടു. അത് ഇനി പ്രവൃത്തി നടക്കുകയാണെങ്കിൽ മേൽനോട്ട ചുമതലകൾക്ക് കരാർ പ്രകാരം എഞ്ചിനീയർമാരെ നിയോഗിക്കണമെന്ന് കരാറുകാരന് കർശന നിർദ്ദേശം നൽകാമെന്നും ചീഫ് എഞ്ചിനീയർ. ഞാനത് മിനിറ്റ്സ് വായിച്ചു നോക്കി. അതിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന എല്ലാ ന്യൂനതകളും ഇതുവരെ നടന്നിട്ടുണ്ടെന്ന് ചീഫ് എഞ്ചിനീയർ സമ്മതിച്ചതാണ്. അത് മാത്രമല്ല, ഇനി ഉള്ള ജോലികൾക്ക് ഈ ന്യൂനതകൾ പരിഹരിക്കാമെന്ന് വാക്ക്. അപ്പോൾ തെറ്റ് അവർ സമ്മതിക്കുകയല്ലേ? തെറ്റ് PWD അധികാരികൾ സമ്മതിച്ചേക്കാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് സൂപ്രണ്ടിങ് എഞ്ചിനീയറുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട്. അപ്പോൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ പറഞ്ഞത് ഇവരിപ്പോൾ നാളെ പണി തുടങ്ങുമെന്നാണ് MLA പ്രഖ്യാപിച്ചേക്കുന്നത്. നാളെ പണി തുടങ്ങാനായിട്ട് അവർക്ക് കഴിയില്ല, സൂപ്രണ്ടിങ് എഞ്ചിനീയർ പറഞ്ഞത്. കാരണം നമ്മുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരാറുകാരനും ഇവിടുത്തെ ഈ AXCയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരും എന്ത് കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടതെന്ന് ഉള്ള നിർദ്ദേശം ചീഫ് എഞ്ചിനീയർ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇനി പണി തുടങ്ങാൻ കഴിയുക. ഇവരിപ്പോൾ തുടങ്ങുന്നത് ഈ പഴയതുപോലെയുള്ള ഉടായ്പിൽ വീണ്ടും മുന്നോട്ട് പോകാമെന്നായിരിക്കും ഇവർ കരുതുന്നത്. അതിന് മോളൊന്നും അനുവദിക്കില്ല എന്നുള്ള വിവരം ഇന്നലെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുമായിട്ടുള്ളൊരു മീറ്റിംഗ് ചീഫ് എഞ്ചിനീയറും സൂപ്രണ്ടിങ് എഞ്ചിനീയറും അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ പണി തുടങ്ങാനായിട്ട് അനുവദിക്കൂ. ഇനി 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ വെറ്റ് മിക്സ് എന്ന് പറയുന്ന സാധനം. വെറ്റ് മിക്സ് കറക്റ്റ് മെറ്റീരിയൽ അല്ല ഇട്ടേക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള രൂപത്തിലല്ല അത് തയ്യാറാക്കിയത്. ഇനി ചെയ്യുന്ന പണികൾക്ക് അത് കറക്റ്റാണ് ആക്കിയെന്നുള്ള നിലയിലുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ AXCയുടെ നിയന്ത്രണത്തിലല്ല, അതിൻ്റെ മുകളിലോട്ടുള്ള എഞ്ചിനീയേഴ്സ് ഇതിൽ ഇൻവോൾവ് ആകും.
സൂപ്രണ്ടിങ് എഞ്ചിനീയർ തൊട്ടുള്ള ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആവും. പിന്നെ PWDയുടെ ക്വാളിറ്റി അഷുറൻസ് ടീം ഇതിൽ ഇനിയുണ്ട് ഇൻവോൾവ് ആവും ഉറപ്പാക്കാൻ വേണ്ടി. പിന്നെ ടാർ ചെയ്യുന്ന കാര്യത്തിലും അവർ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ MLA നടത്തിയെന്ന് പറയുന്നത് MLA ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ MLAയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള നാടകമായിരുന്നു ഇന്നലെ നടത്തിയത്. അവരുടെ കൂടെ വക്കത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നതെന്ന് പറയുന്നത് വക്കത്തൊരു പൗരസമിതി ഒരു 600-ലധികം ആൾക്കാർ വിദേശത്തും നാട്ടിലുമുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ റോഡിന് വേണ്ടി ഒരു യോഗം കൂടി തീരുമാനമെടുത്ത് 25-ാം തീയതി ഉപരോധിക്കാനായിട്ട്. ആ യോഗം കൂടിയതിൽ വരെ ഈ V4-നെതിരായിട്ടുള്ള ഒരു ശബ്ദവും ആരും നിന്നും ഉണ്ടായിട്ടില്ല. കാരണം അവർക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞ് V4 ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞെരിവരി കൊണ്ടിട്ട് വക്കത്തെ പിന്നെ നമ്മുടെ പാർട്ടിക്ക് നിലനിൽപ്പില്ലെന്ന് തോന്നിയിട്ടാണ് MLA കുത്തി ഇളക്കി ഇവിടെ കൊണ്ടുവന്ന് ഈ നാടകം ഇന്നലെ കാണിച്ചത്. വക്കത്തും വന്ന് ചില നാടകങ്ങൾ കാണിച്ചു. MLAക്കെതിരെ ഉള്ള MLA പറയുന്നത് നമ്മൾ തടസ്സം നിൽക്കുന്നതാണ്. നമ്മൾ ശീതീകരിച്ച കാരണത്തിൽ പോകുന്ന ചേട്ടനാണോ? ശീതീകരിച്ച കാരണത്തല്ലേ, ശീതീകരിച്ച മുറിയിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ അത് ഞാനാണ്. അവരാരോപിക്കുന്ന ആൾ ഞാനാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പിന്നെ ഈ കോൺട്രാക്ട് ഇനി പണി തുടങ്ങാൻ വേണ്ടി ഇവർ ഈ നാടകം കളിച്ചല്ലോ. ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറും കോൺട്രാക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് കോൺട്രാക്ട് തുടങ്ങാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ കാരണം നമ്മളെയാണ് കോൺട്രാക്ടർക്ക് പേടി, നമ്മൾ ഇവിടെ ഇനി ഇടപെടലുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചീഫ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, അല്ല സൂപ്രണ്ടിങ് എഞ്ചിനീയർ പറഞ്ഞു ഞാനൊന്ന് കോൺട്രാക്ടറെ വിളിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടി ഞാൻ വിളിച്ചു, സംസാരിച്ചു. പഴയതെല്ലാം മറന്ന് കാര്യങ്ങളെല്ലാം പഴയതിനെല്ലാം നമ്മൾ മറക്കാൻ തയ്യാറാണ്. ഇനിയുള്ള കാര്യങ്ങളിൽ താങ്കളുടെ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് പ്രോപ്പറായിട്ട് 80% ക്വാളിറ്റി തരാമെന്നുള്ള നിലയിൽ അവിടുന്ന് അഷ്വർ ചെയ്തിട്ടുണ്ട് മിനിമം. അപ്പോൾ ആ രൂപത്തിൽ താങ്കൾക്ക് പണി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്ത് പറയുമെന്ന് ചോദിച്ചു. ഓണം കഴിഞ്ഞ് പണി തുടങ്ങാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇപ്പോഴും രംഗത്ത് വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ചില രാഷ്ട്രീയ കളികളുണ്ട്, അത് നമുക്കറിയില്ല എന്താണ് രാഷ്ട്രീയ കളിയെന്ന്. പിന്നെ ഈ AXE എന്ന് പറയുന്നത് ഈ കരാർ ലംഘനങ്ങൾക്ക് മുഴുവൻ പിന്നെ സംരക്ഷണം കൊടുത്ത AXE-ആണ്. അത് ഇതിൻ്റെ പിറകിൽ എന്താണ് ഇവരുടെ ഫോർമുല എന്നുള്ളത് അവർക്കേ അറിയാം. AXEയും MLAയും കൂടെ ചേർന്നുള്ള നാടകമാണ് ഇന്നലെ നടന്നത്. AXEയുടെ അറിവോടുകൂടി പിന്നെ AXE ഇപ്പോഴും പിന്നെ V4-നെതിരായിട്ട് V4 എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കാരണം ഇവർ ഉണ്ടാക്കി വെച്ച ഏതോ ഫോർമുല അവരുടെ ഏതോ കണക്ക് കൂട്ടൽ നമ്മൾ തെറ്റിച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. അത് ശരിയാണോ എന്ന് അവർക്കേ അറിയാവൂ. പിന്നെ ബാക്കി പണിയുടെ വാഗ്ദാനം ഞാൻ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ ചീഫ് എഞ്ചിനീയറുടെ മുമ്പിൽ 2 കൊടുത്തിട്ടുണ്ട്, 2 പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഓടയും ഒരു ചപ്പാത്തും ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അത് അവർ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ MLA നമുക്കെതിരായിട്ട് V4 ആണെന്ന് ഈ രൂപത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നതിനെതിരെ ഒരു നിയമ നടപടികളിലോട്ട് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാര്യം അത് നമ്മുടെ പിന്നെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ നാടിന് വേണ്ടി സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ ഉഡായിപ്പും കൊണ്ടുവന്ന് നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിയമത്തിൻ്റെ വഴിക്ക് പോകാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ റെയിൽവേ ഗേറ്റിൻ്റെ കിഴക്ക് ഭാഗത്ത് ഉള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഡീലിന് ഇതുവരെ പൈസ അടച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റി പൈസ അടച്ചിട്ടില്ല. ഇപ്പോൾ കോൺട്രാക്ടർ ഇപ്പം പിന്നെ പണി തുടങ്ങിയാലും അവിടെ എന്ന് പണി നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. MLAക്ക് പോലും അറിയില്ല എന്ന് പൈസ അടയ്ക്കും. അപ്പോൾ ഇത്രയും നാളായിട്ട് ഈ V4-നെ കുറ്റപ്പെടുത്തുന്ന MLAയുടെ ജോലിയാണ് ഇതെല്ലാം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം വേണമായിരുന്നു ഈ റോഡിൻ്റെ പണി തുടങ്ങാൻ. അപ്പോൾ ഇതെല്ലാം പലതരം പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ആളുകളെ കബളിപ്പിക്കാനുമായിട്ടുള്ള പലതരം അഭ്യാസങ്ങളാണ് അവർ നടത്തിയത്. ഈ അഭ്യാസങ്ങളെല്ലാം നമ്മുടെ ഇടപെടലിലൂടെ പൊളിയുന്നത് കണ്ടിട്ടുള്ള രോഷപ്രകടനമാണ് അവർ നമുക്കെതിരെ നടത്തുന്നത്. നമ്മുടെ നികുതി പണമെടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ന്യൂനതകൾ നോക്കിക്കാണുകയും പരിഹരിക്കാൻ നിർദ്ദേശിക്കേണ്ടത് നാട്ടുകാരുടെ കടമയാണ്. എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ V4 വക്കം എന്ന സംഘടനയും ചെയ്തത് അതാണ്. അത് കാരണം ഇവർ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച കാരണം ഒടുവിൽ ഈ പറയുന്ന AXE ഓഫീസ് ഉപരോധിക്കുന്ന നാടകം വരെ MLAക്ക് കളിക്കേണ്ടി വന്നു. മറുനാടൻ MLAക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മേനോനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.